അങ്ങനെ നമ്മുടെ പത്തിലുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കാന്ന് വെച്ചാൽ വേറെ ആരില്ല, അനിയത്തിമാർ രണ്ടാളും അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആൾക്ക് ചെറിയൊരു ഇയർ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ചായി തുടങ്ങിയിട്ട് ഇയർ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ടിരുന്നു. ഇന്നലെ ഒരു ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇതേപോലെ എണീക്കാൻ വയ്യ. അപ്പോൾ അത് ആശുപത്രിയിൽ ട്രിപ്പ് ഇട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. അപ്പോൾ ഈ രണ്ടാളും കൂടി നോക്കൽ എളുപ്പമല്ല കേട്ടോ. കാരണം ഞാൻ ആലോചിക്കും ഈ ഇരട്ടക്കുട്ടികളുള്ള അമ്മമാരൊക്കെ ഒരു അവസ്ഥ എന്താവും ദൈവം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടുപേരെ ഒരുമിച്ച് നോക്കി എത്തണ്ടേ എന്നുള്ളത്. അമ്പാടീനെ ഉറക്കിങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഇവൻ്റെ വക എന്തെങ്കിലും വികത്തിന്. ഇവനാണെങ്കിൽ ഫുൾ ടൈമും പുറത്താണ്. 24 മണിക്കൂർ ഇവന് രാവായാലും പകലായാലും കുഴപ്പമില്ല, അവന് പുറത്തേക്ക് ഇറങ്ങി നടക്കണം. ഈ മഴയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനാണ്. അപ്പോൾ ഇവന് ഉറക്കത്തിൽ നിന്ന് നീറ്റ് വന്നപ്പോൾ ഇവന് ഭയങ്കര വാശി അമ്മേനെ കാണണമെന്നായി. ഇപ്പോൾ കുറച്ച് നേരം അവനിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വന്നത്. ഇവർ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇതാ ചോറ് വിളമ്പുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പത്തലപ്പേരും സാമ്പാറും മാത്രമായിട്ട് അമ്മളം ഇന്നത്തെ ഭക്ഷണം എന്ന് പറയാനും. അപ്പോൾ ഇവർ വരുമ്പോൾ ഒരു നാരങ്ങയുടെ അച്ചാറും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഭക്ഷണം കഴിച്ചു. സംഭവം ഉച്ചയ്ക്ക് ശേഷം നല്ല അടാറ് മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാനും നന്ദോട്ടിയും കൂടി കുറച്ച് നേരം മഴയൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നപ്പോൾ പിള്ളേർ സ്കൂളിൽ വരാറായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്